ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡി സി ജനറേറ്ററിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി ഡിസ്കസ് ചെയ്തിരുന്നു. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി ബേസ്ഡ് ആണ് ഒരു ഡി സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി? Whenever a conductor cuts a magnetic flux, an EMF is induced in that conductor. അതുപോലെ തന്നെ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് സിംപ്ലി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി പറയുന്നത്. സോ ഈ വീഡിയോയിൽ നമുക്ക് ഒരു ഡി സി ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതുപോലെ തന്നെ ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും നോക്കാം. ഒരു ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് മെക്കാനിക്കൽ എനർജി നേരെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. നോർമലി നമ്മൾ ഹൗസ് ഹോൾഡ് പർപ്പസിനകത്തും ഇൻഡസ്ട്രി പർപ്പസിനകത്തൊക്കെ നമ്മൾ ഡി സി ജനറേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ എന്നുള്ളത്. ഒരു ഡി സി ജനറേറ്ററിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ യോക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറയുന്നത്. ദെൻ പോൾ കോർ, പോൾ കോയിൽസ് അല്ലെങ്കിൽ ഫീൽഡ് കോയിൽ, ആർമേച്ചർ കോർ, armature windings, commutator, brushes and bearings. ഇതാണ് പ്രധാന ഭാഗങ്ങൾ. ഇനി നമുക്ക് ഇതിനകത്ത് പോൾ കോറും ആർമേച്ചർ കോറിൻ്റെയും ഇടയിലായിട്ട് ഒരു എയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഈ എയർ ഗ്യാപ്പാണ് ആവശ്യമായ മാഗ്നറ്റിക് സർക്യൂട്ട് ഫോം ചെയ്യാൻ കാരണമാക്കുന്നത്. നമുക്ക് ഓരോ കമ്പോണൻസും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ യോക്ക്. യോക്ക് എന്ന് പറയുന്നത് ഡി സി ജനറേറ്ററിൻ്റെ ഒരു ഔട്ടർ ഫ്രെയിമാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് ഷെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മെക്കാനിക്കൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നു. സാധാരണ ചെറിയ ജനറേറ്ററിനകത്ത് കാസ്റ്റ് അയേൺസും വലിയ ജനറേറ്ററിൻ്റെ കേസിനകത്താണെങ്കിൽ നമ്മൾ നോർമലി കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ഫീൽഡ് മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഒരു പോൾ കോറും അതുപോലെ തന്നെ പോൾ ഷൂസും ഉണ്ടായിരിക്കും. ഈ ബേസിക്കലി ഇതെന്ന് വെച്ചാൽ സ്പ്രെഡ് ഔട്ട് ചെയ്യും ഫ്ലക്സിനെ എയർ ഗ്യാപ്പിനകത്ത്. ഇതിനകത്ത് ലാർജ് ക്രോസ് സെക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് കാരണം എന്ത് ചെയ്യും, റിലക്റ്റൻസ് റിഡ്യൂസ് ചെയ്യും. ദെൻ ഇതൊരു ഫീൽഡ് കോയിലായിട്ട് ആക്ട് ചെയ്യും. പോൾ കോയിൽ എന്ന് പറയുന്നത് ഒരു കോപ്പർ സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. അത് ഫോർമറിൻ്റെ മുകളിൽ വൗണ്ട് ചെയ്ത് ഒരു പ്രോപ്പർ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോയിൽ നമ്മൾ പതിയെടുത്ത് ഒരു കോറിൻ്റെ മുകളിൽ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, കോയിൽ നമ്മൾ കോറിൻ്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ദെൻ അതിനകത്ത് കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് വണ്ണാണ് ആർമേച്ചർ കോർ. ആർമേച്ചർ കോറിനകത്ത് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും. നോർമലി കുറേ നമ്പർ ഓഫ് സ്ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് ആർമേച്ചർ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഷീറ്റിനകത്ത് പഞ്ച് ചെയ്തിട്ടായിരിക്കും ഈ കോർ ഷേപ്പ് ഉണ്ടായിരിക്കുക. അതിനകത്ത് ലാമിനേഷൻ കോറാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഒരു 5 mm തിക്നെസ് ആയിരിക്കും ലാമിനേഷൻ ഉണ്ടായിരിക്കുക. ദെൻ സെൻട്രൽ പോർഷനകത്തൊരു കീവേ ഉണ്ടായിരിക്കും ഷാഫ്റ്റിനകത്ത് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ്ങിനകത്ത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വൈൻഡിങ്ങുകളാണുള്ളത്. ഒന്ന് ലാപ്പ് വൈൻഡിങ്ങും മറ്റൊന്ന് വേവ് വൈൻഡിങ്ങും. ലാപ്പ് വൈൻഡിങ് കോർത്തും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ അറേഞ്ച്മെൻറ്റിനകത്താണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ലാപ്പ് വൈൻഡിങ് എന്നുള്ളത്. ലാപ്പ് വൈൻഡിങ്ങിനകത്ത് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്രഷസ്. ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീനകത്താണ് നമ്മൾ ലാപ്പ് വൈൻഡിങ് ഉപയോഗിക്കുന്നത്. ദെൻ വേവ് വൈൻഡിങ്ങിൻ്റെ കേസിനകത്താണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു 2. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് 2 അതിൽ കൂടുതലോ ബ്രഷസ് ഉണ്ടായിരിക്കും. ഹൈ വോൾട്ടേജ് ലോ കറണ്ട് മെഷീൻസിനകത്താണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ കമ്മ്യൂട്ടേറ്റർ. കറണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എ സി കറണ്ടിനെ
DC കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതും കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫങ്ഷനാണ്. ഒരു കമ്മ്യൂട്ടേറ്ററിൻ്റെ കേസിനകത്ത് ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു വെഡ്ജ് ഷേപ്പ്ഡ് സെഗ്മെൻ്റ് ആയിരിക്കും വിത്ത് ഹൈ കണ്ടക്ടിവിറ്റി. ഒരു കോപ്പർ സെഗ്മെൻറ്റ് ഉപയോഗിക്കും. ദെൻ ഈ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസുലേറ്റ് ചെയ്തിരിക്കും. മൈക്ക മെറ്റീരിയൽ ഉപയോഗിക്കും ഇൻസുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇതിനകത്ത് നമ്പർ ഓഫ് സെഗ്മെൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽ. ബ്രഷസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നോർമലി കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പോലുള്ള മെറ്റീരിയലാണ് ബ്രഷസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ ബ്രഷ് ഹോൾഡറിനകത്ത് ബ്രഷിന് എന്ത് ചെയ്യാം, സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അവിടെ ഫ്ലെക്സിബിൾ പിക്ടൈൽ ഉണ്ടായിരിക്കും ബ്രഷ് ബോക്സിനകത്ത്. ഇതാണ് ഒരു ബ്രഷിൻ്റെ കറസ്പോണ്ടിങ് ഫിഗർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ബോൾ ബെയറിംഗ്. സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നോർമലി എന്ത് ചെയ്യും, ലൂബ്രിക്കൻ്റ് ഓയിൽസ് ഉപയോഗിച്ച് നമ്മൾ ലൂബ്രിക്കൻ്റ് ചെയ്തിരിക്കേണ്ടാവും, കാരണം സ്മൂത്ത് മൂവ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് ബെയറിങ്സും ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ഒരു DC ജനറേറ്ററിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ദ മെയിൻ പാർട്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരു DC ജനറേറ്ററിൻ്റെ സിമ്പിളായിട്ടുള്ള ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻ പാർട്സുകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറയുന്നത്, പോൾ കോർ അല്ലെങ്കിൽ പോൾ ഷൂ എന്ന് പറയുന്നത്, പോൾ കോയിൽസ്, ആർമേച്ചർ കോർ, ആർമേച്ചർ വൈൻഡിങ്, കമ്മ്യൂട്ടേറ്റേഴ്സ്, ബ്രഷസ്, എല്ലാ കമ്പോണൻസും ഈ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂവിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നുകൂടി നോക്കാം. DC ജനറേറ്ററിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരിക്കും. ഈ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയിലായിട്ട് ഒരു റെക്റ്റാങ്കുലർ കോയിൽ ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ദെൻ നമ്മൾ ഇതിനകത്തേക്ക് ഒരു മെക്കാനിക്കൽ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ റെക്റ്റാങ്കുലർ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കും. അങ്ങനെ ഇതിനകത്ത് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ലിങ്കേജ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജിന് കറസ്പോണ്ടിങ് ആയിരിക്കും. നമ്മൾ ഈ ഒരു റെക്റ്റാങ്കുലർ കോയിൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പോൾസിനിടയിൽ റൈറ്റ് ആംഗിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. സോ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് നമുക്ക് പറയാം മിനിമം അല്ലെങ്കിൽ 0 ആയിരിക്കും. ദെൻ ഈ റെക്റ്റാങ്കുലർ കോയിൽ പതുക്കെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഫ്ലക്സ് ലിങ്കേജ് കൂടുകയും വെൻ ഇറ്റ് ബിക്കം പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിൽ ഫിഗറിൽ കാണുന്ന പോലെ പാരലായിട്ട് വരുന്ന സമയത്ത് അവിടെ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്ന അവിടെ ജനറേറ്റ് ചെയ്യുന്ന AC കറണ്ടിനെ DC കറണ്ടായി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ കമ്മ്യൂട്ടേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് ബ്രഷ് വഴി കണക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് ലഭിക്കുന്നു. ഇങ്ങനെയാണ് ഒരു DC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു DC ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ വർക്കിങ്ങുമായിരുന്നു. സോ എല്ലാവർക്കും DC ജനറേറ്ററിൻ്റെ കമ്പോണൻസും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ വർക്കിങ്ങും എന്താണെന്ന് കൃത്യമായി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായി കാണാം. ഓക്കെ, താങ്ക് യു.